വസന്ത് സിറിയക്, കോൺഗ്രസിന് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടല്ലോ. നിർബന്ധിതമായിട്ടാണെങ്കിലും കേസ് വന്ന സമയത്ത്, ഒരു പരാതി ഇമെയിലിൽ വന്ന സമയത്ത്, മുൻകൂർ ജാമ്യം തിരുവനന്തപുരത്തെ കോടതി നിഷേധിച്ച സമയത്ത് പുറത്താക്കാനെടുത്ത തീരുമാനം ഇപ്പോൾ എന്തായാലും കോൺഗ്രസിനെ രക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ രാത്രി ഉത്തരം പറഞ്ഞ് വിയർക്കേണ്ടി വന്നേനെ. പുറത്താക്കി, ഞങ്ങളുടെ ആളല്ല, ഇപ്പോൾ ഞങ്ങളുടെ ആളല്ല എന്ന് പറയാമെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ ആളാണ്, ആ MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര പെട്ടെന്ന് 4-5 വർഷം കൊണ്ട്, ചുരുങ്ങിയ വർഷം കൊണ്ട് മറ്റ് പല കോൺഗ്രസ് പ്രവർത്തകർക്കും, അധ്വാനിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പൊടുന്നനവേ വന്നു എന്ന കാര്യം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയല്ലേ ഇത്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ അഭിലാഷ്, അതിൽ പെർഫോം ചെയ്യുന്നവർ, അത് നല്ല പെർഫോമൻസ് പെട്ടെന്നുണ്ടായാൽ അവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ, നല്ല രീതിയിൽ കലാപരമായ കഴിവുള്ളവരെ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സംഘടനാപരമായും ശൈലിപരമായും ഒക്കെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നേതാക്കളുടെ ഒരു പറ്റം കൂട്ടമാണ് കോൺഗ്രസ് ലീഡർഷിപ്പ്. അത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ സംസ്ഥാന ലീഡർഷിപ്പ് എടുത്തു നോക്കൂ. ആ ലീഡർഷിപ്പിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ തരൂരിൻ്റെ രീതിയല്ല VD സതീശൻ്റേത്, പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയല്ല KC വേണുഗോപാലിൻ്റേത്, അദ്ദേഹത്തിൻ്റെ രീതിയല്ല രമേശ് ചെന്നിത്തലയുടേത്. ഈ 4 അല്ല 5 വരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരാണ്. അപ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് രാഹുലും കൂടുതൽ നല്ലപോലെ സംസാരിക്കുന്ന ആളെന്ന നിലയിലൊക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞു ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ തീർന്നു എന്ന് പറയുമ്പോൾ, ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്, ഞാൻ റീഡ് ചെയ്യുന്നത്, ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടുതൽ പ്രസക്തമാവുകയാണ് ഇനി തൊട്ടങ്ങോട്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. ഇത്തരത്തിലൊരു സെക്ഷൽ പ്രഡേറ്റർ ആയിട്ടുള്ള ഒരു നേതാവ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഒരു ആരോപണം ഉയർന്നു വന്നാൽ ആ നേതാവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇൻ ദ പോസിറ്റീവ് സെൻസ്, ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കേരള സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ പാർട്ടികൾക്കും, ഇനി ആരെങ്കിലും പുതിയ പാർട്ടികൾ ഉദയം കൊള്ളാനുണ്ടെങ്കിൽ അവർക്കും മുമ്പിൽ ഒരു ബെഞ്ച് മാർക്ക് കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അയാളെ സംരക്ഷിക്കേണ്ടതില്ല എന്നും അങ്ങനെ സംരക്ഷിക്കാതെ മാറ്റി നിർത്തി സംരക്ഷിക്കേണ്ടതില്ല എന്ന തീരുമാനം വരുന്നത് ഈ കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. അതുവരെ സംരക്ഷിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. പാർട്ടിക്കകത്ത് ധാരാളം പരാതികൾ മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. KPCC പ്രസിഡന്റിനും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന, താങ്കൾ തന്നെ ഉദാഹരിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ. അപ്പോൾ ധാരാളം പരാതി വന്ന സമയത്ത് അതൊക്കെ പൊതിഞ്ഞു വെച്ചു, അതൊക്കെ ഒളിച്ചു വെച്ചു. നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങളിതാ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ്, ഇനി ഞങ്ങൾ ഇയാളെ സംരക്ഷിക്കില്ലേ എന്ന് പറഞ്ഞത് അത്ര ഉദാത്തമായ മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലല്ലോ. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് റിട്ടേൺ പരാതി കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അഭിലാഷും ഞാനും ഒരു പേഴ്സണൽ സൗഹൃദമുണ്ടല്ലോ. ഇപ്പം ഞാൻ അങ്ങോട്ടൊരു പരാതി പറയുന്നത് പോലെയല്ല, ഞാൻ മാതൃഭൂമിയുടെ സീനിയർ ചീഫ് എഡിറ്റർ ശ്രീ അഭിലാഷ് മോഹൻ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു പരാതി അങ്ങേക്ക് നൽകുന്നത്. അങ്ങനെ നൽകിയാൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അങ്ങയുടെ ബാധ്യസ്ഥതയായി മാറും. എന്നാൽ നമ്മൾ തമ്മിലുള്ളൊരു ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് എനിക്ക് ഇന്നയാളെ പറ്റി ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു റിട്ടേൺ പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ാണ് ചെയ്തത്. ആദ്യം സസ്പെൻഡ് ചെയ്തു. അതാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ നടപടിക്രമവും അത് തന്നെയാണ്. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു വേദിയിലേക്ക് പറഞ്ഞു വിട്ടോ? ഇല്ല. ഞങ്ങൾ ഔദ്യോഗികമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിനൊപ്പം ഉറച്ചു നിന്നു. രണ്ടാമത്, ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോൾ അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, അയാളെ കുറ്റക്കാരനാണ് എന്ന് കണ്ട് വിധിച്ചതിന് ശേഷവും കോടതി ഏതോ മൂടന്മാരുടെ അവന്മാർക്ക് വിവരമില്ലാത്തതാണ് എന്ന് TP ചന്ദ്രശേഖരൻ കേസിൽ പറഞ്ഞതുപോലെ അല്ല കേട്ടോ. മുകേഷിന്റെ കാര്യത്തിൽ സംരക്ഷിച്ച് പിടിച്ചതുപോലെയല്ല. കുറ്റക്കാരനാണെന്ന് കോടതി കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളി, സെഷൻസ് കോടതിയാണ്, ഹൈക്കോടതി പോലുമല്ല, അതിന് പോലും ഞങ്ങൾ കാത്തിരിക്കാതെ സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം തള്ളി എന്ന് കണ്ടതിന്റെ ആദ്യ സെക്കൻഡിൽ, ആദ്യ മണിക്കൂറിൽ, ആ മണിക്കൂറിൽ തന്നെ രാഷ്ട്രീയ സംസ്കാരമാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ശ്രീ ജേക്സി തോമസ്, കോൺഗ്രസ് പ്രവർത്തകയായ MA ഷഹനാസ് സമാധാനത്തോടു കൂടിയിരിക്കുന്ന രാത്രിയാണ് ഇന്ന്. വേട്ടക്കാരൻ ജയിലിനകത്ത് കഴിയുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ വേറെയുമുണ്ട്. അത് നേരിട്ട് പീഡനം അനുഭവിച്ച ആളുകൾ മാത്രമാകണമെന്നില്ല. അതിനപ്പുറത്തൊരു ഒരു കളക്റ്റീവായ സ്ത്രീകളുടെ ഒരു കോൺഷ്യൻസും കൂടി അക്കാര്യത്തിൽ ഉണ്ടല്ലോ. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മറ്റ് 2 പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ആ പരാതികളെ സംബന്ധിച്ച് ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ രൂപത്തിലുണ്ട്. ഇനിയും പരാതികൾ വരും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പരാതി സംബന്ധമായിട്ടുള്ള പ്രതീക്ഷ കുറവ് ആ കള്ളികളിൽ വെച്ചിട്ടാണ്
ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം ആദ്യം തന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം പ്രസാധക രംഗത്തെ കൂടെ പ്രധാനപ്പെട്ടയാളായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഷഹന അവർ പങ്കുവെച്ച ശ്രദ്ധേയമായ അഭിപ്രായമുണ്ട്. അവർക്ക് പ്രതീക്ഷാ നിർഭരമായി പരിമിതികളോടുകൂടെയെങ്കിലും അല്പം ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു രാത്രി ഉറങ്ങാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നു അത് അവരുടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദമല്ല. കേരളത്തിൽ മറ്റേതു സാധാരണക്കാരെക്കാളും സത്യസന്ധമായും മനുഷ്യർ തമ്മിൽ ആർദ്രതയോടുകൂടെയുള്ള ബന്ധം നമ്മുടെ നാട്ടിലെമ്പാടും സത്യസന്ധമായും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള മുഴുവൻ മലയാളികളും അവർ ആശ്വസിക്കുകയും പരിമിതികളോടുകൂടെ ആശ്വാസജനകമായി ഒന്ന് നെടുവീഴ്പ്പിടുകയും ചെയ്യുന്ന ഒരു രാത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കാര്യത്തിൽ ആഹ്ലാദിക്കുന്നവരുണ്ട്. ആഹ്ലാദിക്കുന്നവർ ഇടതുപക്ഷക്കാരെയല്ല. ആഹ്ലാദിക്കുന്നവർ താരതമ്യേന തുലോം ശക്തി കുറഞ്ഞവരെങ്കിലും കോൺഗ്രസ്സായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അന്തസ്സോടുകൂടെ ജീവിക്കുന്ന മോശമല്ലാത്തൊരു വിഭാഗമുണ്ട്. അതിലെ പ്രധാനപ്പെട്ടയാളാണ് നമ്മുടെ സഹപാനലിസ്റ്റായിട്ടുള്ള പ്രസാധക രംഗത്ത് ആത്മാർത്ഥമായി ജോലിയെടുക്കുന്ന ശ്രീമതി ഷഹനാസ്. അവർ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ മാന്യതയും അന്തസ്സും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം വരുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവർക്കായിരിക്കും ഈ കാര്യത്തിൽ ആഹ്ലാദമുള്ളത്. ആ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ബഹുമാനിയനായ സഹപാനലിസ്റ്റ്, ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരം ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അത്ഭുതകരമല്ലേ ബഹുമാനിയനായ ആങ്കർ? ഒന്ന് ആലോചിച്ച് നോക്ക. എനിക്കും അങ്ങയ്ക്കും പ്രസാധകയ്ക്കും മറ്റ് സ്കോപ്പ് അനലിസ്റ്റുകൾക്കും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാജാത്യ വൈജാത്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ 70,000 അടിയിൽ ഇങ്ങനൊരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ തുടങ്ങുകയാണ്. മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ അതിനോട് മറുപടി പറയുന്നുള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു തൊട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു വാദത്തെയും കൈകൊണ്ട് തൊടാൻ ഞാൻ അർഹിക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് അങ്ങ് വിശാലമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ പഴയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധി ആർജിച്ച പർവ്വത സമാനമാം ഇതും ഇപ്പോഴും പ്രസക്തമായ ഒരു പ്രയോഗമുണ്ട്. എങ്ങനുണ്ട് എന്റെ സാഹിത്യം എന്ന് സഹോദരനായ അബ്ദുൽ ഖാദറിനോട് ചോദിക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ ആക്കിയും ആക്കിയാതാവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈമൂബ ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബഷീർ പറയുന്ന തിരികെയുള്ള മറുപടിയുണ്ട്, എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു മണിക്കൂറിൽ. എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000-ഉം 5,000-ഉം ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പെർവർട്ട്, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. ആ ഇതിഹാസ സമാനമായ പ്രസക്തിയാണ് നമ്മളുടെ മുമ്പിൽ വീണ്ടും പണം പടർത്തി നിൽക്കുക. നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇത് ഇപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? എവിടുത്തെ ബെഞ്ച് മാർക്ക്? 2022 വന്ന പരാതിയോ? നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാമല്ലോ. AICC ആഫീസിന്റെ വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ? എന്തായിരുന്നു AICC ആഫീസിന്റെ പ്രതികരണം? കേരളത്തിൽ 2 പ്രധാനപ്പെട്ട മീഡിയ ചാനലുകൾ ജോലി ചെയ്യുന്ന 2 മാധ്യമ പ്രവർത്തകർ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനലും മറ്റൊന്ന് മാർക്ക് റേറ്റിംഗിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്ന മറ്റൊരു ചാനലും, അവരുടെ പരാതി എന്തായിരുന്നു? അതിന്റെ തുടർച്ചയിൽ പ്രസാധക രംഗത്തുണ്ടായിരുന്ന ഇവരുടെ അനുഭവങ്ങൾ ഇവർ തന്നെ പറഞ്ഞു. പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തകരുടെ അനുഭവം അവർ തന്നെ പറഞ്ഞു. സിനിമ, ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്തെടുക്കുന്ന മരിക്കുന്നതും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഇപ്പോഴും പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കാണുന്ന മറ്റൊരാളുടെ പ്രതികരണം അവർ തന്നെ പറഞ്ഞു. അതുമുതൽ എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ. എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാനിന്റെ ആക്കിയും ആക്കിയാതോ എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴോ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ് ആങ്കർ മനസ്സിലാക്കേണ്ടത്? ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവികരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്.
വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോഴും നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ മുതൽ ഇവിടെ സൂചിപ്പിച്ച ചലച്ചിത്ര താരങ്ങളെ വരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള എക്സിബിഷനിസത്തിന് സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്ക് ഇപ്പോഴും എല്ലും തീറ്റ ഭക്ഷണവും കൊടുത്തിട്ട് ഇദ്ദേഹം പരിപാലിപ്പിക്കുന്നത് ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അന്തസ്സുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയും ആക്കിയാതും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ.